നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു 3 ദിവസത്തെ വീഡിയോ ആണ്. എന്നുവെച്ചാൽ തിരുവോണം, അവിട്ടം, പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഒന്നുമില്ലായിരുന്നു, എവിടെയില്ലായിരുന്നു ഓണം. പിന്നെ തിരുവോണം, അവിട്ടം, ചതയത്തിന് എവിടെയില്ലായിരുന്നു ഓണം. പിന്നെ ഇന്ന് ഇവിടെ ഇന്നല്ല ബുധനാഴ്ച ഇവിടെ, അതായത് അവിട്ടം ചതയം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഇവിടെ ഞങ്ങൾ വീണ്ടും ഓണം ആഘോഷിച്ചു. അപ്പോൾ വല്യമ്മച്ചിയൊക്കെ, കിളിമാനൂരുള്ള വല്യമ്മച്ചിയൊക്കെ വന്നു. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള വല്യമ്മച്ചി വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു 7 മണിയായപ്പം എണീറ്റിട്ട് ഒരു 9 മണിയായപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാൽ ഞാനും ഫ്രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാൻ റെഡി ആവാനായിട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ കോസ്റ്റ്യൂം. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്കിതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ബ്ലാക്ക് എനിക്ക് കറക്റ്റ് അളവ് മീഡിയം ഉണ്ടായിരുന്നു, ഇത് ലാർജായിരുന്നു. പക്ഷെ കളർ വെച്ച് നോക്കിയപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇതെടുത്തു. പിന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. പക്ഷെ ഞാൻ ആ കമ്മൽ മാറ്റി കേട്ടോ. കമ്മൽ എനിക്ക് അതിൻ്റെ കൂടെ ഗോൾഡൻ വർക്ക് ആയതുകൊണ്ട് ചേരുന്നില്ലെന്ന് തോന്നി, അങ്ങനെ ഞാൻ കമ്മൽ ബ്ലാക്ക് ആക്കി. പിന്നെ ഇത് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വലിയ ഒത്തപ്പൂക്കളമൊക്കെ ഇട്ട്, പക്ഷേ ആ ഷീറ്റിൻ്റെ നിഴൽ കൊണ്ട് പകുതി നിഴലും ബാക്കി വെട്ടമായിപ്പോയി. ഫോട്ടോ എടുക്കുമ്പോൾ ഇതായില്ല. ചോറായി, സാമ്പാറായി, അവിയലായി, മെഴുകുവരട്ടിയായി. പിന്നെ ഇതൊന്നുമില്ല, പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു. ഒരു പാട്ട് പാട്. ഉടനെ അത് വാശിയും കൊണ്ടങ്ങ് പോയി. രാവിലെ ഒരു ഇഡലി ഇന്നതാകും ചെയ്തു. തിന്നാൻ പറ്റും, എന്തായാലും വന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റും. പിന്നെ വരാതെ സൂക്ഷിച്ചോ, ഇനിയിപ്പം തിന്നാ പെട്ടെന്ന് വരും. മറ്റേ 4 അടുപ്പുള്ള മേടിക്കണം, അപ്പം 4 എണ്ണം ഒരുമിച്ചുണ്ടാക്കാം. ഒരു കുക്കർ, ഒരു അപ്പച്ചട്ടിയൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു ഗ്യാസ്. ഇനി എന്തിനാ ഇത് ഒഴിക്കണോ? എന്തോ ഒഴിക്കുന്നത്? നെയ്യ്. അത് ഇപ്പോഴല്ല, ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ വിതറി ഒഴിക്കണം. മധുരം ഒക്കെ നോക്കിയോ? നെയ്യ് ഒഴിക്ക്, ഇങ്ങനെ വിതറി ഒഴിക്കണേ.
ബൈപ്പാസിന്റെ അങ്ങേറ്റം പുതിയ കട മലപ്പുറം ദം ബിരിയാണി. കറിയില്ലേ ഫേമസ്. കഴിച്ചിട്ട് എങ്ങനെ അവിടെ നമ്മളെ തൈര് കൊടുക്കുന്നത് എടേ സൂപ്പറാണ്. മസാലയൊക്കെ ഇട്ട് ഇത് ബിരിയാണി, മറ്റടുത്ത് ദം ബിരിയാണി. അതെ അതെ വേണേ എത്ര രൂപ? മറ്റേ 130. ഇഷ്ടമുള്ള റൈസ് ഉണ്ട് ഇത്. ഇത് കൊള്ളാം, നല്ല നന്നായിട്ട് രണ്ട് ചിക്കനും. ഞങ്ങളെന്നാ ഒരു പീസ് കൂടെ അവരുടെ ഇതൊന്നും നമ്മുടെ ഇതെല്ലാം ഒരു സൈസ് വാഴല്ലേ? അതറിയത്തില്ല. സിംബ കൊരിക്കുന്നു. കമ്പനിയോടെ പോവും. അങ്ങനൊന്നുമില്ല, ആളെവിടുന്നേലും ഒക്കെ വിട്ടു. വഴിയില്ല, വഴിയൊക്കെ സ്വന്തമായിട്ട് വെട്ടിത്തെളിച്ച് പോണം. ദൂരിക്കുന്നുണ്ട് കാരണം ആരും ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. അനാഥമായ പുലികൾ അങ്ങനെയൊന്നുമില്ല. തറയില് ബന്ധുക്കളുണ്ടോന്നാ ചോദിക്കുന്നത്. തറയല്ലോ, തറയിലുണ്ടോന്ന് അറിയത്തില്ല. മൈന് വീഴുമ്പോ അറിയാം. എത്ര വില വേണം? കുറേ മുറിക്കല്ലേ? മോനെ തറ നോക്കി പറഞ്ഞോ. ഞങ്ങൾ വ്ലോഗ് എടുക്കുക. അപ്പൂന്റെ കാലം മുള്ളു വരികയുണ്ടോ? പൊക്കി പൊക്കി നടക്ക്. കണ്ണാ കണ്ണാ വാഴ പുഴുതൊക്കെ കണ്ണാ അല്ലാണ്ടിരിക്കുന്നേ. എടേ കണ്ണാ ഇവിടാണ്ടൊരു മൊത്തം ചേന ഉണ്ടെന്ന് പറഞ്ഞേ. അതവിടാ ചേന നമുക്ക് മുറിക്കാം. മോശണം. ഈ കഴിക്കാം. മതിയാ അവിടെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ ഇലമോഷണമാണ്. മുഖ്യ പ്രതി വത്സല, അടുത്ത പ്രതി ആകാശു നായർ. ഞാൻ വരുന്നോ? ഫേമസ് ആവാം. എന്ത് പിന്നെ കണ്ണ എങ്ങനെ കിട്ടും? ഇവിടെ മൊത്തം കാടാണ് ഗൈസ്. വാർത്ത വരുമോ എന്തോ, ഓണത്തിന് ഇല കണ്ടിക്കാൻ പോയി പാമ്പ് കുത്തി മരിച്ചു. കൃഷ്ണ, ഇയാളീ മുള്ളിലൊക്കെ വെട്ടിയിടാതടേ. ഇതെങ്ങനെ വന്ന് എടുക്കും? ഇത് ആർക്ക്? ആനയ്ക്ക് കൊടുക്കാനാ? എവിടെ മൊത്തം ചേന? ഇട് ദേഷ്യം, ഹാസ്യം. കണ്ടോണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ ഷൂട്ടിന്റെ അപാരതയാണ്. ഓ സോറി. ഇവര് കുറെ നേരം കൊണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കുക. അതിനാ ഞാൻ ഇത് കൊണ്ടുവന്നേ. ശംഭു, പിന്നാരുണ്ട്? പീലി, പിന്നാരുണ്ട്? അതായത് അമ്പാടി.
പിന്നെ ടീച്ചർ പിന്നെ ആൻറ്റി. എക്സലാണ്. വണ്ണം ഉള്ളവർക്ക് ഇടാം, വണ്ണം ഇല്ലാത്തവർക്ക് ഇടാം. പൊക്കം കുറഞ്ഞവർക്ക് ഇടാൻ പറ്റും. ഇറക്കം കുറയ്ക്കണം. മതിയാ? ഇനി അടുത്ത പറ. മറ്റത് കൊള്ളായിരുന്നു കേട്ടോ. അച്ചു കൊടുത്താൽ കൊള്ളാന്ന് പറഞ്ഞാൽ നീല. ഇതിന്റെ കളർ ഇപ്പം സമയം എത്ര മണിയായി? ഒരു 6:10 കാണും. അപ്പം ഞാൻ സിംബയും കൊണ്ട് വെളിയിലിരിക്കാൻ വന്നതാണ്. അപ്പം എല്ലാവരും ഉണ്ടായത് കൊണ്ട് ഇവനെ റൂമിന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഒന്ന് കാറ്റ് കൊള്ളിക്കാന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവങ്ങനെ വെളിയിൽ നിൽക്കത്തില്ല. പുറത്ത് നിന്ന് ശീലമില്ലാത്തതുകൊണ്ട് അതിന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അകത്ത് കൊണ്ടുപോയി. ഒരു ചന്ദനത്തിരിയും കൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടും. ഇവന് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിപ്പോൾ അകത്ത് കയറിപ്പോയി ഗൈസ്. ഇനി എന്ത് ചെയ്യണം? ഇനി കുളിക്കണം. എന്നിട്ട് ഇനി വല്യമ്മച്ചിയൊക്കെ നാളെ പോകും വൈകിട്ട്. മറ്റേ ചേച്ചിയൊക്കെ ഞായറാഴ്ച പോട്ടെ. വിളിക്കുക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിക്കുക. അകത്ത് കൊണ്ടുപോയി. ബൈ.